ചാർണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ പാതുവായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാൾ മെയ് 12-ാം തീയതി ആഘോഷിക്കുകയാണ്. അതിനു മുന്നോടിയായി മെയ് 8-ാം തീയതി വൈകുന്നേരം 5:30 മണിക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻപേട്ടിൽ പിതാവ് കൊടികയറ്റുകയും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. മെയ് 9-ാം തീയതി വ്യാഴാഴ്ച അമ്പതിരുന്നാൾ ദിനം മൂവാറ്റുപുഴ മുൻ ആർച്ച് ബിഷപ്പായ മാർ എബ്രഹാം ജൂലിയസ് പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സീറോ മലങ്കര ക്രമത്തിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നു. 10-ാം തീയതി കോട്ടപ്പുറം രൂപതയുടെ മുൻ മെത്രാനും വരാപ്പുഴ രൂപത മെത്രാപ്പോലിത്തയുമായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലർക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 9-ാം തീയതി ശനിയാഴ്ച കണ്ണൂർ രൂപത മെത്രാൻ റൈറ്റ് റവറൻഡ് അലക്സ് വടക്കുംതല പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയപ്പള്ളി അന്തോണീസിന്റെ ദേവാലയത്തിൽ നൊവേന ആരംഭിച്ചതിന്റെ 50 വർഷം ആഘോഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. മെയ് 12-ാം തീയതിയാണ് പുണ്യവാന്റെ നാമധേയത്തിലുള്ള ഊട്ട് നേർച്ച ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ധ്യാനഗുരുവായിട്ടുള്ള നെൽസൺ ജോബ് OCD അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയോടുകൂടി ഊട്ട് നേർച്ച ആരംഭിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഊട്ട് നേർച്ച ഒരുക്കിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ തുടർച്ചയായ ദിവ്യബലി, നൊവേന, ആരാധന ശുശ്രൂഷകളും നടത്തപ്പെടുകയാണ്. ഈ വർഷം 10,000-ഓളം പേർക്കാണ് ഊട്ട് നേർച്ച ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ദേവാലയം മുറ്റം മുഴുവനും പന്തൽ ഇടുവാൻ തീരുമാനിച്ചു. കാരണം ഈ ചൂട് അതികഠിനമായതിന്റെ പേരിൽ തീർത്ഥാടകരായി കടന്നു വരുന്ന വിശ്വാസികൾക്കും നാനാജാതി മതസ്ഥരായ മക്കൾക്കും സൗകര്യപ്രദമായി പുണ്യവാന്റെ ഊട്ടുനേർച്ചയിൽ പങ്കുചേരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന കാര്യവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ തീർത്ഥാലയത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ പുണ്യവാന്റെ അനുഗ്രഹത്തിനായി ക്ഷണിക്കുകയും ചെയ്യും.